ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് ഈ വില്ല. മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീട് ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ ദൂരമുണ്ട്. പൂർണ്ണമായും കൊണ്ട് കണ്ടംപററി ഡിസൈൻ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സുകൾ നൽകിയിരിക്കുന്നു. KWA വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വീടിന് ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വീടിന് വരുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പില്ലർ കൊടുത്തിരിക്കുന്നു. അവിടെ ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. 2 പാളികളിലായി നൽകിയിരിക്കുന്ന മെയിൻ ഡോറാണ് ഈ വീടിന് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ക്രോസ് വെന്റിലേഷന് വേണ്ടി 3 പാളി ജനലുകൾ ഇരുവശത്തുമായിട്ട് നൽകിയിട്ടുണ്ട്. വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകളും വളരെ മികച്ച രീതിയിൽ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിലാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒതുങ്ങി മാറി തന്നെ വാഷ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നു. വാനിറ്റി കൗണ്ടറും വാഷ് കൗണ്ടറിൻ്റെ ഭാഗമാണ്. വലിയ വിശാലമായിട്ടുള്ള കിച്ചണാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. L ഷേപ്പിലാണ് ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ഒരുപാട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് വരുന്നത്. വൈറ്റ് കളറുള്ള വാൾ ടൈലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഏകദേശം ഒരു 12-13 വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത്. വെന്റിലേഷന് വേണ്ടി 3 പാളി ജനലുകൾ ഇരുവശത്തുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. വാർഡ്രോബിന് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നു. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം ചെറുതാണ് ഈ ബെഡ്റൂം. ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈസറായി ടൈലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം. ഏകദേശം എല്ലാ ബെഡ്റൂമുകൾക്കും
സെയിം വലിപ്പം തന്നെയാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമിലും 3 പാളി ജനലുകൾ ഇരുവശത്തുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒതുങ്ങി മാറി തന്നെയാണ് ഒരു ഡ്രസ്സിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റഡി ഏരിയ വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണ്. സ്റ്റഡി റൂമിന് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ് യൂട്ടിലിറ്റി സ്പേസ്. അവിടെ നിന്നും ടെറസിലേക്ക് പോകാവുന്നതിനുള്ള ഗോവണി നൽകിയിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്താണ് ഈ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ ദൂരമുണ്ട്. 5.5 സെൻറ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാൽക്കണി നല്ല വിശാലമായ ബാൽക്കണിയാണ് ഈ വീടിന് വരുന്നത്. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചുള്ള പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നു. 90 ലക്ഷം രൂപയാണ് ഈ വീടിന് ആവശ്യപ്പെടുന്ന വില. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കാണാം. നന്ദി, നമസ്കാരം.